എങ്ങനെ മച്ചാ തൊട്ടില്ലേ പൊന്നെ. അപ്പോൾ ഡാർക്ക് സീം ബ്ലോഗിൻ്റെ ഊട്ടിയിലെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു, നേരെ ഡ്രസ്സൊക്കെ മാറി പുറത്തിറങ്ങണേ. അപ്പോൾ ഇന്ന് നമ്മൾ പോകേണ്ടത് കർണാടക ഗാർഡൻ, പുതിയൊരു ഗാർഡനാണ് ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെയുള്ള സീനറി എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനകത്തുള്ള ബെല്ലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ നമ്മുടെ കർണാടക ഗാർഡൻ നമ്മൾ തപ്പി ഇങ്ങനെ റൂട്ട് മാപ്പൊക്കെ നോക്കി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതാ ഒരു റോഡിലേക്ക്, കുഴപ്പമില്ലാത്ത റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമ്മളോട് പറയുന്നത് അയ്യോ റൂട്ട് മാറിയിട്ടുണ്ട്, റൂട്ട് മാറി. റൂട്ട് മാറി മോനെ, നമുക്കവിടെ തിരിച്ചു വരാം. പല ചെറിയ റോഡുകളാണ്, കുറെ റോഡുകളുണ്ട്. അപ്പൊ ഗൂഗിൾ മാപ്പ് നോക്കി പോകണെങ്കിൽ തന്നെ നമ്മള് ഗൂഗിളേജ് കുറെ പറ്റിക്കുണ്ട്. പക്ഷെ നമ്മള് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള വഴിയൊക്കെ നമുക്ക് പറഞ്ഞുതരും. നമ്മൾ ഏത് റോഡിൽ കയറിയോ ആ റോഡിലൂടെ അങ്ങോട്ട് എത്താനുള്ള ഒരു വഴി അവർ കാണിച്ചു തരാണ്. അതാണ് ഇതിന്റെ ഒറ്റ പ്രത്യേകത ഗൂഗിളിനെ കൊണ്ടുള്ള കുഴപ്പം. പക്ഷെ നമ്മൾ നല്ല കുടുങ്ങുന്നിടത്തുനിന്നൊക്കെ നമുക്ക് റോഡൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് നമുക്ക് വീണ്ടും നോക്കാം. ഇവിടെ ബോർഡുണ്ടാ കർണാടക പാർക്കിന്റെ ബോർഡ് ഇവിടെ കാണുന്നുണ്ട്. റേസ് കോയ്സ് ബോട്ട് ഹൗസ് ഉണ്ട്. ബോട്ട് ഹൗസ് പക്ഷേ ഓപ്പൺ അല്ല. ഇതാണോ? അപ്പൊ ഈ റോഡിലൂടെ നമുക്ക് പോയി നോക്കാം. അതിൽ 1.5 കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ. ഈ റോഡ് തന്നെയാണെന്ന്. അപ്പൊ ഈ റോഡ് തന്നെ ആയിരിക്കണം. അപ്പൊ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അല്ല, യൂക്കാലിപ്റ്റസ് തോട്ടത്തു കൂടി ഇങ്ങനെ പോവാണ്. ഇപ്പൊ ഇവിടെ റോഡൊക്കെ ടാറിങ് അല്ല, ഇന്റർലോക്ക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമായിട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഈ ഏരിയ മാത്രം ഇങ്ങനെ ഇന്റർലോക്ക്, പിന്നെ ഇവിടുന്ന് കോൺക്രീറ്റില്ല ടാറിങ് വരുന്നുണ്ട്. ഓക്കെ, നല്ല കാലാവസ്ഥ ഉണ്ടോ? തണുപ്പുണ്ട്, നല്ല തണുപ്പാണ്. മോനെ തണുപ്പ് തന്നെയാണ്. നമ്മള് ബോട്ടാണിക്കൽ ഗാർഡൻ ഒഴിവാക്കിയതാണ്. നമ്മളെ റൂമിന്റെ ആളോട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞ് അതിനേക്കാൾ ഉഷാർ ഇതാണെന്നാ പറഞ്ഞത്. കർണാടക ഗാർഡൻ പുതിയത് വന്നതാണ്. അപ്പൊ നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡൻ നമ്മൾ പോയതാണ്, കണ്ടതാണ്. അപ്പൊ ഈ ഗാർഡൻ കൂടി നമുക്ക് കാണാമെന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി പ്ലേസ് ആണ് കേട്ടോ, ഒരു അടിപൊളി പ്ലേസ്. ഇവിടെയാണ് കർണാടക ഗാർഡനിലേക്കുള്ള റോഡിലേക്ക് കയറിക്കുകയാണ്. എന്ത് ഭംഗിയില്ലേ കാണാന്, നല്ല ഭംഗിയുള്ള ഏരിയ. ആ ഏരിയ ഒക്കെ കണ്ടോ, അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. മോനെ ഇത് തന്നെയല്ല ഗാർഡനിൽ എന്തൊക്കെയാ കാണാനുണ്ടോന്ന് അറിയില്ല. ഓക്കെ 300 മീറ്റർ കൂടി എത്തിയാൽ നമ്മുടെ സംഗതി എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് പാർക്കിംഗ് ഉള്ളിൽ കയറ്റല്ലേ? പാർക്കിംഗ് കയറ്റണം. ഇവിടെ പാർക്കിങ്ങിൽ വണ്ടി കെട്ടിയതിന് ശേഷം ഇവിടെ ഉള്ള വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കർണാടക പാർക്ക് ഇപ്പൊ പുതിയ പാർക്ക് ഓപ്പൺ ആയതാന്നാ പറഞ്ഞത്. സംഭവം ഏതായാലും പൊളിക്കും. നമ്മളൊന്ന് കണ്ടോക്കാം, കണ്ടിട്ട് റിവ്യൂ കണ്ടിട്ട് ബാക്കിയുള്ള എല്ലാവർക്കും വരാനുള്ളൊരു അവസരം ഉണ്ടാക്കാം. നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ബോട്ടാണിക്കൽ ഗാർഡനേക്കാളും ഉഷാറാന്നാ പറഞ്ഞത്. നല്ല അടിപൊളി പ്ലേസ് ആണ്. ഇവിടുന്ന് വ്യൂ തന്നെ ഉണ്ട്, നല്ല വ്യൂ ആണ്. ഇതാണ് കർണാടക ഗാർഡൻ. ഓക്കെ, ഇവിടെ ടിക്കറ്റ് നമ്മൾ എടുത്തു 30 രൂപ ഒരാൾക്ക്. പിന്നെ ക്യാമറക്ക് 50 രൂപ കൊടുക്കണം ക്യാമറ ഉള്ളിൽ കയറ്റണമെങ്കിൽ. അപ്പോൾ നമ്മൾ കർണാടക ഗാർഡൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഉള്ളിൽ കയറണമെങ്കിൽ മാസ്ക് വേണം. ഉള്ളിൽ അയക്കല്ല, മാസ്ക് നമുക്ക് ഇനി അയക്കാമല്ലോ. ഇല്ല, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് കാത്തി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല കുഴപ്പമില്ലാതെ കണ്ടിട്ട് തന്നെ ഒരു കുഴപ്പമില്ലാത്ത ഏരിയ. പുതിയതാണ്, സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. ഓക്കെ, ഫാമായിട്ടുള്ളൂ. അതിൻ്റെ ഒരു എൻട്രൻസ്, ഇതിൻ്റെ എൻട്രൻസിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കടക്കുന്നു. ആദ്യം ഇവിടെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. പണി നടക്കുന്നില്ലേ?
ഇവിടെ കൂടുതൽ പണികൾ നടക്കുന്നുണ്ട്, പക്ഷേ ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മളെ ഇത് മതിൽ കെട്ടി കണ്ടോ പുള്ളി, എന്താ ലുക്ക് ചെയ്തേ അളിയാ. ഈ മതിൽ കണ്ടില്ലേ, ബുഷ് ചെടിയല്ലേ നമ്മളെ ബുഷ് ചെടിയാണ്, അത് കട്ട് ചെയ്തുണ്ടാക്കി. ഇവിടെ ഒരു ചെടിത്തോട്ടം, അയ്യവാ നല്ല ലുക്കുണ്ട്. നമ്മളെ ബോട്ടാണിക്കൽ ഗാർഡനാണ് കണ്ടിട്ട് ഉഷാറിനാണ്. അവിടെ പാർക്കും കാര്യങ്ങളും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ എങ്ങനെ പോയി വീഡിയോയിൽ ഉൾപ്പെടുത്തുക, കൂടുതൽ കാണിക്കാണ്ടല്ലോ. സ്റ്റെപ്പാണ്, അതെ. ഒരു സെൻറ്റർ കുയ്യായിട്ടില്ലേ, എന്നിട്ട് 4 സൈഡും തട്ടായിട്ട് പൊളി വൈബനാണ്. അങ്ങോട്ടൊക്കെ പോവാം, അതേപോലുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ പോവാം. അത് ആന ഈ ആന ഉണ്ടല്ലോ, ഇത് കല്ല് വെച്ച് ഉണ്ടാക്കിയത്. അയ്യോ അത് പൊളിച്ചിട്ടോ, അത് പൊളിച്ച്, ഇത് സംഗതി പൊളിച്ച് ചെറിയ ഉരുളൻകല്ല് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അയ്യോ വൈബ് തന്നെ. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇവിടെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഈ ഇവിടെ കണ്ട ആർച്ച്, ഇതൊക്കെ എങ്ങനെ ചെയ്തിട്ടുണ്ടാക്കിയോ, നല്ല വെറൈറ്റി ആയിട്ട്. വാവ്. ഇപ്പൊ നമ്മളവിടുന്ന് വന്ന ഏരിയ അല്ലേ, ഇതിന്റെ മുകളിലൊക്കെ വേറെ സ്റ്റെപ്പായിട്ട് വേറെ വൈബൊക്കെ ഉണ്ട്. അവിടെ കയറാനുള്ള ഇതിലെ കയറി വെക്കാം, ഇതിലൊന്ന് കയറിയിട്ട് അവിടെയുള്ള കാഴ്ചകളും കാണാലോ. ഈ സ്റ്റെപ്പ് ഒന്ന് കയറി വെക്കാം അല്ലേ. ഇവിടെ ഫോട്ടോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇവിടെ ഈ സൈഡ് ക്യാമറ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല അടിപൊളി ലൊക്കേഷൻ തന്നെയാണ്, നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാൻ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ഇവിടുന്ന് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയുണ്ട്, എവിടേക്കാണെന്നുള്ളത് കാണാൻ സാധിക്കുന്നു. ഇവിടുന്ന് വേറെ ലൊക്കേഷൻ പിടിക്കാം. അപ്പോൾ നമുക്ക് അളിയനോട് ചോദിക്കാം, ബൊട്ടാണിക്കൽ ഗാർഡനും ഈ ഗാർഡനും തമ്മിലുള്ള മാറ്റങ്ങൾ എങ്ങനെയൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട്. അളിയൻ ഒന്ന് വിശദീകരിക്കാമോ? ബൊട്ടാണിക്കലിന് മുമ്പ് പോയിട്ടുണ്ട്, പക്ഷെ അത്ര ഒരു സംഭവമൊന്നുമല്ല. ഇത് അതിനേക്കാളും ഒന്നും കൂടി വിസ്തൃതി. ബൊട്ടാണിക്കൽ ഗാർഡനിൽ കുറെ ചെറിയ ചെറിയ സംഭവം, ഇവിടെ മെയിൻ ആയിട്ട് പാർക്ക് ബേസ് ചെയ്തിട്ടുള്ള സംഗതികളാണ്. എൻജോയ് ചെയ്യാൻ പറ്റില്ല, എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഇതൊക്കെ ചെടിന്റെ ഗ്യാപ്പിലൂടെ അങ്ങനെ പോവാണ്. അതെ, ഷേപ്പ് ചെയ്ത് ഉഷാറാക്കി കുറച്ച് ഇതാണ് നമ്മള് ഫുൾ സെൻട്രി പൊള്ളി വൈബ്. ഇത് കണ്ട ഡിസൈൻ ചെയ്ത്. ഓ ഇതൊക്കെ യാ മോനെ, എങ്ങനെ ഇപ്പൊ ഇത് പറയാ, എന്താ ചെയ്തിട്ടില്ല. ഒരുപാട് ഏരിയ നമുക്ക് കാണാൻ തന്നെ ഇവിടെ തന്നെ ഉണ്ട്. യാ മോനെ പൊളി. പിന്നെ എവിടെതാ പൂക്കള്, ഇതൊക്കെ ഒന്ന് പറിച്ച് വീട്ടിൽ കൊണ്ടായാലോ. വീട്ടിലുണ്ടാവോ അത് ചിലപ്പോ നമ്മളെ തണുപ്പുള്ളടത്തൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ആ ഐറ്റംസ് ഒക്കെ ആകുമ്പോഴാണ്, അതാണ് ഈ ഊട്ടിയിൽ നിന്ന് കൊണ്ടുപോയുള്ള കുഴപ്പം. ഇതെല്ലാം പ്രത്യേകം പറയണം, നമ്മളെ ഈ ബുഷ് ചെടി ആയിട്ട് ഉണ്ടാക്കിയ ഇത് സംഗതികൾ എന്തോ ഒരു ലുക്ക് എന്നാ കാണാൻ, പൊളി തന്നെ. പിന്നെ നമ്മൾ ഈ ഇറങ്ങി വന്ന ഈ എൻട്രൻസിലുണ്ടല്ലോ, ഇവിടെ അതാ 2 പ്രതിമകൾ വെൽക്കം ചെയ്യാൻ കാത്തിരിക്കുന്നു. ഇതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങി വന്നത്. ഇവിടേക്ക് ഇറങ്ങി വന്ന ഇതിലാണ്. എന്തായാലും നല്ല ലുക്കുള്ളൊരു സ്ഥലം. ഫോട്ടോസും എന്തായാലും ഇപ്പോൾ നമ്മൾ കപ്പിൾ ഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടി വരൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ വന്നാൽ നല്ല അടിപൊളി വൈബിൽ നല്ല ലുക്കിൽ ഫോട്ടോ എടുക്കാം. എന്താ കണ്ട അളിയ ഫോട്ടോ എടുക്കാൻ ഇരിക്കണേ.
അതെ മറ്റേ സ്റ്റോറിയുടെ ആളാണ്. സ്റ്റോറിയിലാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മള് കൂടുതൽ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കും. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. ഓക്കെ, അത് മറക്കരുത്. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം. പിന്നെ നമ്മളിവിടെ ഈ സെൻറ്ററിൽ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള അല്ല വേണ്ടല്ലേ, ഇറക്കണ്ട. ഇവിടത്തെ പാലൊക്കെ ആയിട്ട് ഒരു വെറൈറ്റി സംഭവമാണ്. പിന്നെ ഇന്ന് നമ്മളെ അളിയാൻ എന്തോ ഒരു വല്ലായ്മ, അതൊരു ഓണാവണില്ല. ഉറക്കം ശരിയായില്ല. തണുപ്പ് കൂടുതലായോ? പരിചയമില്ലാത്ത വീട്ടിൽ കിടന്ന ഉറക്കം വരില്ല. അതാണ് പാലം. ഇതാണ് നമ്മളെ പാലം. പാലത്തുമ്പോ കൂടെ കേറി ഇപ്പുറത്ത് കടന്ന് അപ്പുറത്ത് 4 ഭാഗത്തും പാലുണ്ട്. 4 പാലുണ്ട്. അവിടെ ഒരു പാലം, ഇവിടെ ഒരു പാലം, അവിടെ ഒരു പാലം. പാലായിട്ടുള്ള ഒരു സംഗതി. ഇതാണ് ഇതിന്റെ സെന്ററില്ലേ അളിയാ? ഇവിടുന്ന് നമുക്ക് ഫുള്ളായിട്ട് കാണാം. എല്ലാ വ്യൂവും കാണാം. പണി നടന്നുകൊണ്ടിരിക്കണം. ഇനി ഒരുപാട് സംഭവങ്ങൾ ഇത് വരാനുണ്ട്. അവിടെ തൂക്കുപാലം. അതെ അതെ, അത് കാണല്ലോ. അതൊരു തൂക്കുപാലം. അവിടെ പോയി നോക്കല്ലേ? അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കണം. അവിടെ ഒരു വ്യൂ കാണാം നമുക്ക്. പണി നടക്കണുള്ളൂ. അങ്ങോട്ട് പോകാൻ പറ്റുമോ? അവിടെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടേക്ക് എങ്ങനെ റൂട്ട് എന്ന് അറിയില്ലല്ലേ. നമ്മൾ ഈ വന്ന് അങ്ങോട്ട് റൂട്ട് കാണുമ്പോൾ നമുക്ക് പോകുമ്പോൾ നമ്മൾ ആ റോഡൊന്ന് ഇറങ്ങി നോക്കല്ലേ? എന്തായാലും പോവാലോ. അതേപോലെ അവിടെ മുകളിലൊരു വെറൈറ്റി ആയിട്ട് കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് കയറണം. പൂ വെച്ച് കണ്ടുള്ളൊരു ലുക്കില്, നല്ലൊരു ലുക്കില്. അതേപോലെ ഇത് ചെടികളാ ഈ സംഗതി. ഇത് പൊളിയാണേ. ഇത് അവിടുന്ന് ആ മേലിന്ന് വെള്ളം ഒലിച്ച് വരുന്ന മാതിരി ചെടികൾ ഒലിച്ചു തരാം അല്ലേ? ആ കൊട്ടീന്ന് കൊയലിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വൈകി വരേണ്ട രീതിയിൽ പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഇവളോടെ കണ്ടവര് ഫോട്ടോഗ്രാഫർ, നമ്മളെ ഫോട്ടോഗ്രാഫറാണ്. അടുത്ത ആള്, 2 ആള് ഓളെ ഹെൽപ്പറാണ്. 2 ആളും കൊണ്ട് പോവാണ്. ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ കളിക്കുക. ഇവിടെ നമ്മള് ഇവിടെ കണ്ടത് ഇതില് കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഉഷാറായില്ലേ? അടുത്ത പ്രാവശ്യം എന്തായാലും ഒന്നുകൂടി ഡെവലപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ പണി നടന്നുകൊണ്ടിരിക്കണം. ഈ ഏരിയ ഫുള്ള് പണി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നല്ല ലുക്കിലൊക്കെ വരും. അതേപോലെ അവിടെ നമുക്കൊരു മയിലിനുണ്ടാക്കിന്. ഇതൊക്കെ എങ്ങനെയാവോ പൊളി കൊണ്ടുള്ള ഒരു മയിലാണ് അത്. സംഭവം പൊളിച്ചത് മാത്രമല്ലോ മയില്. ആന ഇതൊക്കെ ഉണ്ടാക്കി നമ്മളെ ബുഷ് ഈ ബുഷ് ചെടി കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു സംഗതികളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നത് ഇവിടെ വന്നപ്പോഴാണ്. ഇല്ല നമ്മള് വീട്ടിലൊക്കെ ഒന്നും ഇല്ല, ഒക്കെ പോയി. ഇവിടെ ഉണ്ട്. ഇവിടെ നല്ല ഉണ്ടായി വന്നിട്ടുണ്ട്. ഇത് ആരോ ഇതിന്റെ ക്രിയേറ്റീവ്. ആ മരം കാണുന്നുണ്ടോ? ഇത് യൂക്കാലിപ്സിന്റെ മരമാണ്. ആകെ മുകളിൽ ആകെ ഒരു 2 ഇലകൾ മാത്രം, ബാക്കിയൊക്കെ പോയിട്ടുണ്ട്. ഇതാണ് നമ്മളൊക്കെ പറഞ്ഞത്. ഇതൊക്കെ എങ്ങനെയാ നിക്കണ്? കമ്പി വെച്ചാലും വേണ്ട, ഇത് വളർന്നു തരില്ല, അല്ലെങ്കിൽ കരിഞ്ഞു പോലെ. എന്താ നല്ല ലുക്ക് ഉണ്ട് സൈഡിൽ നിന്നൊക്കെ കാണാന്. വാ പൊളി. വ്യൂസ് കിട്ടും. നമ്മൾ പറഞ്ഞ പാലാകണം. അവിടെ 4 പാലം. അതേപോലെ കുട്ടികൾക്ക് എൻജോയ് ചെയ്ത് കളിക്കുക. നല്ല പാർക്കിങ്. ഒരുപാട് ഫാമിലീസ് ഉണ്ട്. നല്ല ഫാമിലീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. കൊറോണ ഒക്കെ ആയതുകൊണ്ട് കാണാൻ നല്ല വരുന്നുണ്ട്. നല്ല ആളൊക്കെ ഉണ്ട്. മെയിൻ ഫോട്ടോ ഷൂട്ടിംഗ് ആണ് അല്ലേ? നമ്മൾ വന്നത് ഇപ്പൊ 11 മണി ആയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ നല്ല ആളായി. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ അപ്പൊ രാവിലെ പോകുന്നവരൊക്കെ ഒരു 12 മണി 1 മണിക്കൊക്കെ എത്താനാവുന്നുള്ളൂ. അവരൊക്കെ എത്തിയാൽ വേറെയും ആളെന്നെ ആയിരിക്കും. ഒരുപാട് വരാനും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഒരു സംഗതി. ഓക്കെ, നെറ്റിലൊക്കെ നോക്കിയിട്ടുള്ള വരവേ. അപ്പൊ സംഭവം ഇവിടെ കാണാൻ വേണ്ടി അത്യാവശ്യമുണ്ട്. കുട്ടികൾക്ക് ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല എൻജോയ് ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മള് തൊപ്പിമലാണ്. പറഞ്ഞില്ല തൊപ്പി ഇന്ന് നമ്മള് തൊപ്പിമലാണ്. കാരണം ഇന്നലെ രാത്രി ആകെ മഞ്ഞ കൊണ്ടോണ്ട് നല്ല കൊരയുന്നൊക്കെ വന്നപ്പോ നമ്മളിന്ന് തൊപ്പിമ ഇറങ്ങി. ഓക്കെ, നോക്കിയിട്ടല്ല. ഓക്കെ, ക്യാപ്പ് വെക്കുന്നത് നന്നാവും.
അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ തന്നെ, ഇവിടെ കൂടുതൽ കാണാണ്ട്, ഇവിടെ കണ്ടു തീരുമ്പോതിന് കുറേ പാർക്ക് വരണല്ലോ അവിടെ. പറ്റില്ല, ഇനി നമ്മൾ ഇവിടെ മേലെ പോയിട്ടുള്ള വ്യൂസ് ഒക്കെ ഒന്ന് കാണാം. ഓക്കെ, ഒരുപാട് ഫാമിലീസ് സമയത്ത് തന്നെ ഇവിടെ ആയിട്ടുണ്ട്. പക്ഷെ നല്ല വെയിലുണ്ട് കേട്ടോ, വെയിലുണ്ട്. പക്ഷെ ചൂടില്ല, തണുത്ത കാറ്റിങ്ങനെ അടിക്കുക. പൊളി. ഈ ഒരു ചൂടും തണുത്ത കാറ്റും കൂടി ആകുമ്പോൾ നല്ല ഫീലിംഗ്. ഇവിടെ ഒക്കെ നല്ലൊരു വെറൈറ്റി സ്ഥലം തന്നെ. നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു അടിപൊളി പ്ലേസ് ആണ്. അപ്പോൾ നമ്മൾ മേലെ പോയി. ഇവിടെ പൂ വെച്ച് കണ്ടൊരു വെറൈറ്റി അല്ലേ? പൂവൊരു ചാലിൽ വെള്ളം വരുന്ന പോലെ ഒരു സംഭവം ആക്കിയിട്ടുണ്ട്. കയറി നോക്കാം. കയറിയിട്ട് നടന്ന് കാണാൻ ഒരുപാടുണ്ട്. കയറിയിട്ട് അങ്ങോട്ട് ആവണില്ല. നമുക്ക് ഒരുപാട് എത്തിപ്പെടാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ്. ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ എല്ലാം കൂടി ഉൾപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ലെങ്ത്തുള്ള വീഡിയോ ആയിരിക്കും കണ്ടിട്ട്. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ സംഗതി. അയ്യോ പൊളി അല്ലേ? പ്ലാസ്റ്റിക് ആണ്, പ്ലാസ്റ്റിക് അല്ലല്ലേ? പ്ലാസ്റ്റിക്കിൻ്റെ അതേമാതിരിയുള്ളത്. മോനെ നല്ല അടിപൊളി പ്ലാന്റ് ആണ്. നല്ല ലുക്ക് ഉണ്ട് കാണാൻ. പോപ്പ് വാങ്ങാൻ കിട്ടും, നോക്കാം. നമ്മുടെ നാട്ടിൽ സെറ്റ് ആവാൻ ചാൻസ് കുറവാണ്, തണുപ്പ് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ പിന്നെ അവിടെ നെറ്റ് ചെയ്യിക്കാണ്ട് വേറൊരു ആർച്ച് ചെയ്യിക്കാണ്ടുള്ളൊരു സംഭവം. പിന്നെ അവിടെ താറാവിനെ പോലെ വേറെ നമ്മുടെ മുസ്ചെടി വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. പൊളി. യാ, ഇതാണ് ആ പാർക്കിൻ്റെ ഫുള്ളായിട്ട് കാണാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഗതി ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു. ഇവിടെ ഏരിയ ഒന്നും കണ്ടിട്ടില്ലേ? ഈ സംഗതി ഇതാ അളിയാ, അതല്ലേ ഈ പുഷെടുക്കുന്നതായിട്ട് ഈ കാണേണ്ട സ്ഥലം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയാൽ നമുക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. ഗെയിം പോലെ കറക്റ്റ് വഴി, പുറത്തേക്കുള്ള വഴി എങ്ങനെയാന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയൂല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്തായാലും നമ്മൾ കയറില്ല, അതിൻ്റെ ഉള്ളിൽ കയറി വെക്കാം. അപ്പോൾ വിളിക്കും അവരോടാ, ആരോ വിളി. അവർ വന്നാൽ പിന്നെ അവരെ തപ്പാൻ വേണ്ടി നമ്മൾ വേറെ നോക്കേണ്ടി വരും. ഇതാണ് സംഗതി. ഇതേ ഞാൻ അളിയനോട് പറഞ്ഞപ്പോൾ തന്നെ അളിയ അങ്ങോട്ട് കയറാൻ വേണ്ടി മണ്ടേറ്റ് കാത്തുകൊണ്ടില്ല. മണ്ട തന്നെ അളിയ അതിൻ്റെ ഉള്ളിൽ ആളുണ്ടല്ലേ, കുടുങ്ങിയിട്ടാണ്. എങ്ങനെ ഇപ്പോൾ പുറത്ത് ആടാന്നുള്ളതിലേക്കാരാ പൊളിക്കും. അവിടെ നമുക്ക് ഫോട്ടോ ഷൂട്ടിങ്ങിനൊക്കെ ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാം. വൈബ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവാം, ഉള്ളിൽ കയറാം. നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിക്കണം. ഒരു ഊഹം വെച്ച് നടക്കട്ടാ എങ്ങനെ വൈ എന്നുള്ളത്. അളിയാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ. ഇത് പുറത്തേക്കല്ല, ഇത് വേറെ. മോനെ പൊളി. ആളെ കാണുന്നുണ്ട്. ഇതാ അളിയാ നമ്മളിട്ട് വട്ട കറക്കോ, നമ്മള് ലാസ്റ്റ് ഇവിടെ കുടുങ്ങോ, ലാസ്റ്റ് ഇവിടെ നിൽക്കേണ്ടി വരും കേട്ടോ. രക്ഷപ്പെടണോ? ഇതിപ്പോ നമ്മൾ ഒന്നിടത്ത് എത്തിയാ? വേറെ ഏരിയ ഇതില് പുറത്തേക്കില്ല. അല്ല ഇത് ഇത്ര തന്നെ ഉള്ളൂ. ഇവിടെ അല്ല, ഇവിടെ നമ്മൾ ആദ്യമായിട്ട് കാണണേ. അതിലെ പോവാ വിട്ടേ. അളിയന്റെ ഊറ്റം കാണുന്നില്ലല്ലോ, കേറിയ ഊറ്റം ഇതിലെ വഴിയുണ്ട്. ഇതിലെ വഴിയുണ്ടായിട്ട് കാര്യമില്ല, ഇത് എടുക്കാന്ന് അറിയണ്ടേ.
ഇതെടുത്തി നമ്മൾ ടീംസോടെ ടീംസിനെ കാണുമോ ഇത് പണി കിട്ടിട്ടാ നമ്മൾ കൂടെ വന്ന ആൾക്കാരെ കാണാനില്ല നമ്മള് കൂടെ ഉള്ളവരോടെ ഫോൺ വിളിക്കണ്ടേ ഫോൺ വിളിച്ചു നോക്കേണ്ടി വരും യോ 8ന്റെ പണി ഹലോ 8ന്റെ പണി ഫോട്ടോഗ്രാഫറോടാ സിനു പൂവി ഇത് കറങ്ങി തന്നെയാണ് യാ ചീറി വരുന്നുണ്ട് എവിടാ എവിടാ നമ്മള് വിളിക്കുമ്പോളേ വേറെ ആരൊക്കെയാ വിളിയേക്കണേ വിളിയേക്കുണ്ടോ അളിയാ ഇവിടക്ക് ഇന്നിട്ട് പോലെ പിന്നെ ഞാൻ ലാസ്റ്റ് പൊട്ടനാവും ഇത് പെട്ട അത് പെടത്തെ എവിടെത്തി ഒരു ഇതിന്റെ ഉള്ളിൽ കേറിക്കണ അതെയോ അത് വേറെ ആരാണ് കണ്ടുമുട്ടി നമ്മള് കണ്ടുമുട്ടിയിട്ടുണ്ട് കൊറേ ശ്രമങ്ങൾ ശ്രമിച്ചതിന് ശേഷം നമ്മള് വീണ്ടും നമ്മളെ മലപ്പുറത്തെ കൂക്കൽ അത് ഒറ്റ കേക്കില്ലേ ഓലും കൂക്കി പൊളിച്ച് നമ്മൾക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാനുള്ള സെറ്റപ്പ് നോക്ക അതും ചെയ്യല നോക്ക ഞാൻ പറഞ്ഞില്ലേ കേറിയ പെട്ടൂന്ന് കേറിയ പെട്ടൂന്ന് പറഞ്ഞ സ്ഥലം തന്നെ കറക്റ്റ് ഇത് കളിയാ നമ്മള് കൊറേ പോയില്ല ഇതിലാ പോയാ ഇത് പോയിട്ടില്ല അത് നല്ലൊരു യാ പുറത്തിറങ്ങാൻ നോക്കണ്ടേ നമ്മളെ 360 ക്യാമറ ഉണ്ടെങ്കില് ഒക്കെയാ മതിനും ഞാൻ മേലിന് കാണാം എങ്ങനെ ഉണ്ട് എത്തിയാ ആ എന്നാ വരെ ഇതിൽ ഔട്ട് വരെ യെസ് ഇതന്നെ നമ്മൾ കേറിയതല്ല ഇതൊന്നും അല്ലേ പക്ഷെ ഇനി നമുക്ക് ഈ വൈക്കൂടെ നടന്നാ മതി സമാധാനായി ഇത് മട്ടൻ കറക്കുവോ ഇതെന്നത് ആ ഇതന്നെ ഈ വാഗനേ അല്ലേ ഇതിൽ കൂടെ നമ്മൾ വന്ന് ആണല്ലോ എന്തായാലും നമ്മള് പുറത്തെത്തിയിട്ടുണ്ട് ഓക്കെ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ അളിയാ നല്ലൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് കടന്നാ കുടുങ്ങി പിന്നെ ഇവിടെ നമുക്ക് ഫോട്ടോ ഷൂട്ടിംഗ് ഒക്കെ പറ്റിയൊരു ഏരിയ അവിടെ നിന്ന് ഇപ്പൊ നമ്മള് കഴിച്ചിലായി വന്ന് ഓക്കെ ഇത് വിളിച്ച് ഇവിടുന്ന് ഫോട്ടോ ഷൂട്ടിംഗ് ഒക്കെ പറ്റിയൊരു ഏരിയ തന്നെ ഫോട്ടോ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ടീംസൊക്കെ ഒരുപാട് ഫാമിലീസ് ഉണ്ട് അതെ ഇനി അടുത്തത് നമ്മളെ തൂക്കുപാലം ഞാൻ വീഡിയോയിൽ ഫസ്റ്റിലൊക്കെ പറഞ്ഞു അങ്ങോട്ടൊരു വഴി കണ്ടു ആ വഴിക്ക് ഇങ്ങനെ നമ്മള് നടന്നു പോണ് ഞങ്ങോട്ട് എത്തുമെന്ന് അറിയില്ല കേട്ടോ അവിടെ അമ്യൂസ്മെന്റ് പാർക്ക് ഒക്കെ വരുന്നുണ്ട് അവിടുന്ന് മേലിന്ന് കണ്ടിട്ട് വേറെ എന്തൊക്കെയോ വൈബ് കാണുന്നുണ്ട് പോയി നോക്കാം ഒരു 4-5 മാസം കഴിയുമ്പോഴത്തേനോ ഏകദേശം പണിയൊക്കെ പൂർത്തിയാവും അപ്പൊ ഒന്നും കൂടി സെറ്റപ്പ് ആവും ഇതൊക്കെ പുതിയതാണ് കേട്ടോ ഈ വഴിയൊക്കെ പുതിയതാണ് ഇവിടെയൊക്കെ ഇതുണ്ട് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇവിടെ നമ്മള് ഇതൊക്കെ ഇട്ടതൊക്കെ കാണുമ്പോൾ തന്നെ സിമെന്റ് ഇട്ടൊക്കെ കാണുമ്പോൾ തന്നെ പുതിയതായിട്ട് കാണുന്നുണ്ട് നല്ല അടിപൊളി സ്ഥലം ഇതിങ്ങനെ പോയിട്ട് ശരിക്കും പറഞ്ഞാല് തൂക്കുപാലം വരുന്നത് പാസിംഗ് ആണ് പക്ഷെ സ്റ്റാർട്ട് ആയിട്ടുണ്ടോന്ന് അറിയില്ല നമുക്ക് പോകണം എന്നൊക്കെ ഉണ്ട് അതേപോലെ ഈ സൈഡൊക്കെ നമുക്ക് പച്ചപ്പായിട്ട് കാണുന്നുണ്ട് ഈ സൈഡിലതാ ഫുള്ളായിട്ട് പച്ചപ്പ് ഇത് തേയിലാണോ തേയിലല്ല തോന്നുന്നു എന്താ അറിയില്ല എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടെ നല്ല ഉഷാർ സ്ഥലമല്ലേ ആടല്ലേ ചെമ്മരിയാടല്ലേ ഒരു കൂട്ടം ചെമ്മരിയാട് ഇവിടെ നല്ല പാർക്ക് വരുന്നുണ്ടോ കുഴപ്പമില്ലാത്ത നല്ലൊരു പാർക്ക് തന്നെയാണ് ഇതൊരു 5-6 മാസം കൊണ്ടൊക്കെ സെറ്റ് ആവും കേട്ടോ ഇവിടെ പൊളിക്കും പണികൾ നടന്നുകൊണ്ടേയിരിക്കണേ
ഇതാ ചെടികളൊക്കെ വെച്ച് ഉഷാറാക്കിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ വെള്ളം നിർത്തിയിട്ടുണ്ട്. ഓക്കെ ഇവിടെ കൂടുതൽ നമുക്ക് കാണാനുണ്ട് കേട്ടോ. ഇവിടെ തന്നെ ആ സൈഡൊക്കെ നോക്കുമ്പോൾ നമുക്ക് പച്ചപ്പായിട്ട്. പിന്നെ തൂക്കുപാലം കാണുന്നുണ്ടാവും വീഡിയോയിൽ. വെളിച്ചത്തിൻ്റെ ചെറിയൊരു മാറ്റമുണ്ട്. ആ സൈഡിൽ നിന്ന് നമുക്ക് കാണാം. ഓക്കെ ഇതാ അവിടെ നിന്നുള്ള വെള്ളം ഇതിലേക്ക് ഒലിക്കുന്നു. ഇവിടെ താറാവൊക്കെ ഉണ്ട്. താറാവിനൊക്കെ ചാടി കളിക്കാൻ പറ്റിയൊരു ഏരിയ. വേണ്ട പൂവൊക്കെ. അളിയൻ പോയാൽ തുടങ്ങിയില്ല. അളിയാൻ നല്ല പോക്ക. അളിയതാ പാഞ്ഞു പോകുന്നു. ഇതും ഓപ്പൺ ആയിട്ടില്ല. പാലം ഓപ്പൺ ആയിട്ടില്ല. പുതിയ പാലാണ് തോന്നുന്നു കണ്ടിട്ട്. പാലത്തുമ്മ കയറി കണ്ട് നമുക്ക് ഫുള്ളായിട്ട് കാണാം. ഇവിടെ നിന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കാര്യങ്ങൾ കാണാം. അവിടെ നമ്മളെ ഇത് വാട്ടർ ഷോ ആണ്. ലൈറ്റ് ഷോ ഉണ്ടല്ലോ. LED ലൈറ്റൊക്കെ കൊടുത്ത് കണ്ട് വാട്ടർ അങ്ങനെ ഇങ്ങനെ പൊന്തുന്ന. അതെ ആ സംഗതിയാണ് ഇവിടെ വരുന്നത്. ഇവിടെയൊക്കെ പണി നടക്കുന്നുള്ളൂ. ഫുള്ള് ഇന്റർലോക്കൊന്നും വെച്ചിട്ടില്ല. ഫുള്ള് ചളിയൊക്കെ എടുക്കാണ്. പുള്ളി തന്നെ ഇതന്നെ പാലത്തിൻ്റെ ചുവട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇല്ല ഇതാണ് നമ്മൾ പറഞ്ഞത് ലൈറ്റ് ഷോ. പൊളിക്കും. ഇത് ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആയാൽ ഉഷാറാവട്ടോ. പൊളിക്കും. ചെമ്മരിയാടാ. എന്താ ചെമ്മരിയാടിന് കാണാൻ പോവാ. അളിയാൻ വിളിച്ച് കൊണ്ടുപോകണ്ടേ. അടിപൊളി വൈബ് തന്നെ നമ്മുടെ ചെമ്മരിയാട്. എന്തല്ലേ ലുക്ക് കാണാൻ. നല്ല ഭംഗിയുണ്ട് കാണുന്നത്. നേരിട്ട് തന്നെ കാണുന്നതിന് ആദ്യമായിട്ടാണ്. നല്ല ഭംഗിയുണ്ട്. എടാ ഫോട്ടോ. ഓക്കെ പൊളി. എന്തൊരു ഭംഗിന്നോ. ക്യാമറ എന്താ കൈക്കാളാന്ന് വെച്ചിട്ടുണ്ട് അല്ലേ. വേണ്ട പൊളി. ഇല്ല ഒന്നും ചെയ്യില്ലാണ്. തൊട്ടില്ല. പൊന്നെ സിംഗം. കടൈക്കുട്ടി സിംഗം. അളിയാ ഇത് കണ്ട. ഇതാണ് പൊളിട്ടോ. നല്ല കാണാനൊക്കെ പൊളി. നോക്കേ ഒന്ന് തൊട്ടോക്കെ പൊളി. கட் பண்ணுவோம். ലാസ്റ്റ് ആയിട്ടില്ല. കൂടുതലാവുമ്പോൾ കട്ട് ചെയ്ത് കണ്ട് യൂസ് ചെയ്യും. ചെമ്മരിയാടിൻ്റെ കമ്പിളി ഉണ്ടാക്കുന്ന സംഗതിയാണ് തന്നെ. അത് നമ്മൾ തൊടുമ്പോൾ തന്നെ ഉണ്ടല്ലോ അത് സ്പോഞ്ച്. മോനെ പൊളി. കട്ട് ചെയ്തിട്ട് കമ്പിളിക്ക് യൂസ് ചെയ്യും. അതിൽ നമ്മളാക്കണ വലുതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വലുതാണ് കൂടുതലായിട്ട്. അതെ ചെറുതാ കുട്ടികള്. ചെറിയ കുട്ടികൾ. ഓടല്ലേ ചെറിയ കുട്ടികൾ. അതിലൊന്നും ഒന്നുമില്ല. പൊളി. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ചെമ്മരിയാടിൻ്റെ അടുത്ത് നിന്നുള്ള വീഡിയോസും കൂടി നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ബൈ. അടിച്ച് പൊളിക്ക് നല്ലൊരു എപ്പിസോഡായിട്ടും വരും. നല്ല അടിപൊളി ഏരിയകൾ ഇനിയും ഒരുപാട് പോവാണ്ട്. ഓക്കെ.